അസ്സലാമു അലൈക്കും. മൂന്നാം ക്ലാസ്സിലെ സ്നേഹം നിറഞ്ഞ കുഞ്ഞു മക്കളെ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വധുവാണല്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ളത് ഉസ്താദിന്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ഏതൊക്കെ ചെയ്താലാണ് ഫുൾ മാർക്ക് ലഭിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു തരും. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങി തരാനാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് നോക്കാം അല്ലേ. നമ്മൾ ഒന്നാമതായിട്ട് നമുക്ക് മാർക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം ഖിബിലയ്ക്ക് മുന്നിടലാണ് അല്ലേ. നമ്മൾ ഖിബിലയിലേക്ക് തിരിയണം. നമ്മുടെ ഖിബില ഏതാണ്? കഅബയാണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കണം. ആദ്യം നമ്മൾ വുളൂ ചെയ്യാനിരിക്കുമ്പോൾ അതാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓരോന്നും ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് കഴിയുന്നുണ്ട് ഉമ്മമാരൊക്കെ വീഡിയോ ഓണാക്കി വെക്കുക. കുട്ടി എന്ത് ചെയ്യുക? വുളൂ ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുക. അപ്പോൾ തുടക്കത്തിൽ തന്നെ ആദ്യം നിങ്ങൾ ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിൽക്കുക കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ കാര്യം, അഥവാ 2 മാർക്കാണ് ഇതിനുള്ളത് കേട്ടോ. അഥവാ എന്താ ചെയ്യേണ്ടത്? വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ആ നിയ്യത്തോടു കൂടെ എന്ത് ചെല്ലുക? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ. ഒന്നുകൂടി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ എന്ന് ചൊല്ലുക. ഇതിന് എത്ര മാർക്കാ? 4 മാർക്കാണ്. ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ നാലാമത്തെ ചെയ്യേണ്ടത്. എന്ത്? മുൻകൈ 3 തവണ കയ്യുക. എന്താണ് മുൻകൈ? നമ്മുടെ 5 വിരലുകളുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അല്ലേ, നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന ആ ഒരു ഭാഗം, അതാണ് മുൻകൈ എന്ന് പറഞ്ഞ ഭാഗം. ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? 3 തവണ കൈകണം. അത് ഏത് കൂടെ ആവണം? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് കൂടെ, അഥവാ ഔദും ബിസ്മിയും ഷഹാദത്ത് കലിമയും ഈ ദിക്കറൊക്കെ ചൊല്ലിങ്ങാണ്ട് വേണം ഈ മുൻകൈ 3 തവണ കഴുകാൻ. അതിന് നമുക്ക് 3 മാർക്ക് ലഭിക്കുന്നുണ്ടോ. പ്രത്യേകിച്ച് അത് കഴുകുമ്പോൾ നമ്മുടെ വിരലുകളുടെ ഇടയിലൂടെ കൈകൾ കോർത്തുകൊണ്ട് കഴുകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും ചെയ്യാം അല്ലേ. നിങ്ങൾക്ക് വിരലുകളൊക്കെ കോർക്കാൻ വേണ്ടി കഴിയില്ലേ? 2 കയ്യിൻ്റെയും വിരലുകളൊന്ന് കോർത്തു നോക്കൂ. അങ്ങനെ കോർത്ത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചളയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്രയും സൂക്ഷ്മമായിട്ട് നമ്മുടെ വുളൂ ആയി മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നിലവിൽ എത്ര മാർക്കായപ്പോൾ? 1, 3, 7, 10 മാർക്കിൻ്റെ കാര്യങ്ങളപ്പോൾ നമ്മൾ പറഞ്ഞു. ഇപ്രകാരം ചെയ്ത 10 മാർക്കായി. ബാക്കിയുള്ള നമ്മൾ നോക്കുകയാണ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ബ്രഷ് ചെയ്യുക, അഥവാ മിസ്വാക്ക് ചെയ്യുക എന്ന് പറയും. പച്ച മലയാളത്തിൽ പല്ല് തേക്കുക അല്ലേ. വുളൂഇൻ്റെ മുമ്പ് നമ്മൾ പല്ല് തേച്ചിട്ട് നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് 70 ഇരട്ടിയാണ് പ്രതിഫലം ലഭിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പല്ല് തേക്കാം. ഞാൻ സാധാരണ ഒരു 6 7 തവണയൊക്കെ പല്ല് തേക്കും. അഥവാ വുളൂഇന് മുമ്പ് ഇങ്ങനെ പല്ല് തേക്കുക. എപ്പോഴും കോൾഗേറ്റ് ഇട്ട് തേക്കുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. അഥവാ ആ ഒരു കൂലി ലഭിക്കാൻ വേണ്ടി. ഏതായാലും നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് വുളൂ ചെയ്യുമല്ലോ. അപ്പോൾ ഈ വുളൂവിന് മുമ്പ് ഇങ്ങനെ പല്ല് തേക്കും. അപ്പോൾ നമുക്ക് എത്രയോ ഇരട്ടി കൂലികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ആ ഒരു ശീലം വളരെ നല്ലതാണ് മക്കളെ. ഇനി നമ്മൾ പല്ല് തേച്ചതിന് ശേഷം എന്താ ചെയ്യുക? വായിൽ നമ്മൾ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും ചെയ്യണം. 3 മാർക്ക് അതിനുണ്ട്. എന്താ ചെയ്യുക? നമ്മൾ കയ്യിൽ വെള്ളം ഇങ്ങനെ കോരിയെടുത്തിട്ട് വായ, തൊള്ള, എന്തൊക്കെയാണ് പറയാം, മൗത്ത് അല്ലേ. നിങ്ങൾക്ക് മനസ്സിലാണ് ഏതാണോ അത് അല്ലേ. നമ്മളെ വായയിലേക്ക് വെള്ളം ഇങ്ങനെ കയറ്റി അതോടുകൂടെ തന്നെ മൂക്കിലേക്കും വെള്ളം ആക്കുക. മൂക്കൊക്കെ ഒന്നായിട്ട് ആക്കണ്ട, വായക്ക് ആക്കണതിൻ്റെ അതിൽ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കൈ അങ്ങനെ പോകുമല്ലോ അല്ലേ. ഓട്ടോമാറ്റിക്കായിട്ട് കൈ അങ്ങനെ പോകുമല്ലോ. മൂക്കൊക്കെ ഒന്നായിട്ട് ഒഴിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ അബദ്ധമൊന്നും കാണിക്കരുത്. തുടക്കത്തിലാകുമ്പോൾ അബദ്ധങ്ങൾ സാധാരണയാണ്. വായിലേക്ക് വെള്ളം ആക്കണതിൻ്റെ കൂട്ടത്തിൽ വല്ല കൈ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ കുറച്ച് വെള്ളം മൂക്കിലേക്ക് ആകും. അപ്പോൾ മൂക്കിലുള്ള പൊടികളും മറ്റുമൊക്കെ പോരും. ആ പൊടികളൊക്കെ ഒന്ന് ഇളകും. അത് വല്ല കൈ കൊണ്ടൊന്ന് ചീറ്റി എടുക്കുക കേട്ടോ. അഥവാ നമ്മുടെ കൈ മുകളിലേക്ക് ഇപ്പോൾ പോയല്ലോ മൂക്കിലേക്ക് വെള്ളം ആക്കാൻ വേണ്ടി, ആ കൈ താഴത്തേക്ക് പോരുമ്പോൾ തന്നെ നമ്മുടെ തള്ളവിരൽ കൊണ്ടും ചൂണ്ടുവിരൽ കൊണ്ടും ഇങ്ങനെ പീച്ചി എടുത്താൽ മതി. അപ്പോൾ പൊടികളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ കൂടെ പോകുന്നുള്ളൂ കേട്ടോ. മക്കളെ, ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചൊല്ലണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ. അതിന് ശേഷം നമ്മൾ മുഖം കഴുകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ നിയ്യത്ത് ചെയ്യണം. എന്താണ് നിയ്യത്ത് ചെയ്യുക? വുളൂഇൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിലോ നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളൂ ചെയ്യുന്നു അല്ലേ. ഈ സമയത്ത് നമ്മളെ കയ്യിൽ വെള്ളം കോരി എടുത്തിരിക്കണം കേട്ടോ. എന്തിന്? മുഖത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ നീയത്തോടു കൂടെ നീയത്ത് ഇങ്ങനെ കരുതിയിട്ട് അല്ലേ, ആ നീയത്ത് അവസാനിച്ചേക്ക് എന്ത് ചെയ്യുക, നമ്മളെ കയ്യിലെ വെള്ളം നമ്മുടെ ഈ മുടി മുളക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നെറ്റിൻ്റെ മേലെ, അവിടെ കൊണ്ടുപോയി വെക്കുക. അവിടുന്ന് എന്നിട്ട് നമ്മുടെ കൈ രണ്ട് ഭാഗത്ത് കൂടി ഇങ്ങനെ വെള്ളം ഒലിപ്പിച്ചെടുക്കുക. ഏത് വരെ ഒലിപ്പിച്ചെടുക്കും? മേലൊക്കെ തട്ടണമെന്നോ? രണ്ട് കൈയും സൈഡിൽ കൂടെ അങ്ങനെ പോരുമ്പോൾ നമ്മൾ ചെവിൻ്റെ കുറ്റി ഉണ്ടല്ലോ, ചെവിക്കുറ്റി, അവിടെ തട്ടണം. പിന്നെ അടിയിലേക്ക് വരുമ്പോഴോ നമ്മൾ താടി രണ്ടും ഇങ്ങനെ ചേരുന്ന സ്ഥലം ഉണ്ടല്ലോ, താടിൻ്റെ എല്ല്, അവിടെയും തട്ടണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ചുണ്ടിൻ്റെയും മൂക്കിൻ്റെയും ഇടയിലുള്ള സ്ഥലം, കണ്ണിൻ്റെ പീളകൾ അല്ലേ, കണ്ണിൻ്റെ കുഴി, അവിടെയൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് വെള്ളം ആക്കി ഒലിപ്പിക്കണം കേട്ടോ. അതിലേറെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്നോ, മുഖത്തേക്ക് വെള്ളം ആക്കിയിട്ട് പിന്നെ നിയ്യത്ത് വെക്കരുത്. മുഖത്തേക്ക് വെള്ളം ആക്കണതിന് മുമ്പേ നമ്മൾ നിയ്യത്ത് വെച്ച് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ 3 തവണ ചെയ്യല്ലേ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമുക്കൊരു 6 മാർക്കും കൂടിയും കിട്ടും. 8ാമത്തെ കാര്യമാണ് ഈ മുഖം കഴുകുന്നത്, അതും കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളതാണ് കൈ രണ്ടും മുട്ടോടു കൂടി 3 പ്രാവശ്യം കഴുകൽ അല്ലേ. നമ്മുടെ കൈ ആദ്യം വലത്തെ കൈ 3 പ്രാവശ്യം കഴുകുക, പിന്നെ ഇടത്തെ കൈ 3 പ്രാവശ്യം കഴുകുക. കൈ മുട്ടിൻ്റെ ഉൾപ്പെടെയാണ് കഴുകേണ്ടത്. അതിന് മുമ്പ് നമ്മൾ മുഖം കഴുകുമ്പോൾ പ്രത്യേകിച്ച് ജലദോഷമോ പനിയൊന്നും പെട്ടെന്ന് വരാത്തോലാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കതൊന്നുകൂടി നീട്ടി കഴുകുകയാണെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മുടെ ഈ പിരടിയുടെ ഭാഗവും കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെറിയ രൂപത്തിൽ കഴുകി കൊടുക്കട്ടോ, കൈ കൊണ്ട് തന്നെ. എന്ന് വെച്ച് നമ്മുടെ ഡ്രസ്സ് ആകെ വെള്ളമാകുന്ന രൂപത്തിൽ അലമ്പാവാനും ചെയ്യരുത്. അതിനുശേഷം നമ്മൾ കൈ രണ്ടും മുട്ടോടുകൂടി 3 പ്രാവശ്യം കഴുകണം അല്ലേ. നമ്മുടെ ആദ്യം വലത്തെ കൈ 3 പ്രാവശ്യം കഴുകണം, അത് ഒലിപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മുട്ടിൻ കൈയിൻ്റെ ബാക്ക് ഭാഗത്തെ ചുളിഞ്ഞ സ്ഥലം, അവിടെയൊക്കെ കൃത്യമായ വെള്ളം എത്തിക്കണമെന്ന് നോക്കണം. പ്രത്യേകിച്ച് പൈപ്പിൻ്റെ ചുവട്ടിലൊക്കെ വെക്കുമ്പോൾ അവിടെ എത്തിക്കണമെന്ന് നോക്കണം. അതൊന്നും കൂടി സൂക്ഷ്മതക്കും ഒന്നും കൂടി നല്ലതിനും കൈ ഒന്നും കൂടി തോളിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മുടെ മസിലൊക്കെയുള്ള ഭാഗത്തേക്ക് കയറ്റി കഴുകുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അതൊരു പരിപൂർണ സ്ഥിതിയിലേക്ക് എത്തും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചൊല്ലണം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇടത്തെ കൈ ഇതുപോലെ കഴുകുക. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കഴുകലാണ്, തല ഉടലല്ല. വെള്ളം ഇങ്ങനെ വരതി പോയാൽ പോരാ, വെള്ളം പ്രത്യേകമായിട്ട് നമ്മൾ ഒലിപ്പിക്കുക തന്നെ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ തല 3 പ്രാവശ്യം തടവണം. തല എവിടുന്ന് തടവുക? നമ്മുടെ തലഭാഗത്തുനിന്ന് തലമുടി മുളക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, തലമുടി മുളക്കുന്ന സ്ഥലത്ത് വേണം നമ്മൾ തടവാൻ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എവിടെ വേണേലും തട്ടിയാൽ മതി. അത് നമ്മൾ എത്ര തവണ ചെയ്യണം? 3 പ്രാവശ്യം തടവണം. അപ്പോൾ അതിൻ്റെ ഒരു പരിപൂർണ്ണ സ്ഥിതി എത്തും. നമുക്കതിന് 3 മാർക്കുണ്ട്. നമുക്ക് നിർബന്ധം 1 പ്രാവശ്യമാണ്, എന്നാലും 3 പ്രാവശ്യം നമ്മൾ ചെയ്ത് അത് പരിപൂർണ്ണ രീതിയിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുക? വെള്ളം കയ്യുമ്മ ആക്കിയിട്ട്, പ്രത്യേകിച്ച് ജലദോഷമോ പനിയൊന്നും വരാത്ത മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിൽ വെള്ളം ആക്കിയിട്ട് നമ്മുടെ തള്ളവിരൽ 2 ചെവിയുടെയും കുറ്റിൻ്റെ അവിടെ വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചൂണ്ടുവിരൽ രണ്ടും ക്രോസിങ് ആക്കി വെച്ചിട്ട് വെല്ലം ചെയ്യുക, വേക്കൊക്കെ ഇങ്ങനെ വലിക്കുക. അപ്പോൾ തല മുഴുവൻ തടവിയ പോലെയാവും. എന്ന് വെച്ചാൽ ഒന്നായിട്ട് തലയിൽ കൂടെ വെള്ളം ഒഴിച്ച് അലമ്പാക്കരുത് കേട്ടോ. നമ്മുടെ ലക്ഷ്യം പ്രതിഫലം കിട്ടുകയെന്നാവണം. അല്ലാതെ ചില കുട്ടികൾക്ക് തല ഒന്നായിട്ട് നനച്ച് വെള്ളമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കരുത്. അഥവാ ഇത് കാരണമായിട്ട് ജലദോഷവും പനിയും വരുന്ന സ്ഥിതി വരരുത്. പിന്നെ ഈ വുളു കൊണ്ട് അല്ലേ, വുളു കൊണ്ട് പനി വന്നു, വുളു ഉണ്ടാക്കിയാണ്ട് പനിയായി, അങ്ങനെ പിന്നെ ഇസ്ലാമിക കർമ്മത്തിനൊരു കുറ്റം വരുന്ന രൂപമാവും ചെയ്യരുത് കേട്ടോ മക്കളെ.
അതിനുശേഷം അല്ലേ ഈ സമയത്തൊക്കെ നമ്മൾ ചെല്ലണം കേട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒപ്പം ചൊല്ലിക്കോളി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നിൽക്കുക. ശേഷം നമ്മൾ ചെവി രണ്ടും ഒരുമിച്ച് തടവണം. ചെവി രണ്ടും ഒരുമിച്ചാണ് തടവേണ്ടത്. ചിലവരൊക്കെ എന്ത് ചെയ്യും, ആദ്യം വലത് ചെവി, പിന്നെ ഇടത് ചെവി, പിന്നെ വലത് ചെവി, പിന്നെ ഇടത് ചെവി, അങ്ങനെ ചെയ്യണത് കാണാം. അങ്ങനെയല്ല, രണ്ടും ഒപ്പം തടവാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ചെവിൻ്റെ ഉള്ളിലത്തെ മടക്കുകളും പൊയ്യൊക്കെ ഒന്ന് നികത്തിയിട്ട് ശരിക്ക് വെള്ളമാക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം പാരാനല്ല, നമ്മുടെ കയ്യിൽ വെള്ളം എടുത്തിട്ട് ആക്കിയാൽ മതി. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം. പ്രത്യേകിച്ച് ചെവിൻ്റെ ബാക്ക് ഭാഗത്തെ ചളികളൊക്കെ നമ്മൾ കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഇനി നമ്മൾ 12ാമതായിട്ട് നമുക്ക് 6 മാർക്ക് കിട്ടുന്നൊരു കാര്യമാണ് വലത് കാലും തുടർന്ന് ഇടത് കാലും ഞെരിയാണി ഉൾപ്പെടെ 3 തവണ കൈവണം അല്ലേ. അത് നമ്മൾ പ്രത്യേകതയിൽ ശ്രദ്ധിക്കാനുള്ളത് എന്താ, നമ്മുടെ വിരലുകളുടെ ഇടയിൽ, അതുപോലെ തന്നെ നമ്മളെ കാലുമ്മ നഖമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് മുറിച്ച് അതിൻ്റെ ഇടയിൽ ചളിയൊക്കെ ഒഴിവാക്കി അവിടെയൊക്കെ വെള്ളമെത്തുന്ന രൂപത്തിൽ വേണം നമ്മൾ കാലാണെങ്കിലും കൈയാണെങ്കിലും ഒക്കെ കഴുകാൻ. അതിൻ്റെ ഉള്ളിലൊക്കെ ചളിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെള്ളത്തിൽ നമ്മളെ വുളു ശരിയാകൂല. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് ഉസ്താദ് നോക്കിയേക്കും. അപ്പോൾ അതൊന്നും കൃത്യമല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയും. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ മടമ്പ് ഉണ്ടല്ലോ, മടമ്പിൻ്റെ ബാക്ക് ഭാഗത്ത് റോഡിൽ ഹമ്പുള്ള പോലെ ഒരു ഹമ്പ് കാണാം. അവിടെ കൃത്യമായിട്ട് വെള്ളത്തിണോ നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പരിപൂർണതയ്ക്ക് നമ്മൾ തണ്ടൻകാലിലേക്ക് അഥവാ കുറച്ചുകൂടി മുകളിലേക്ക് കാല് കയറ്റി കഴുകിയാൽ അതിൻ്റെ ഒരു പരിപൂർണമായ സ്ഥിതിയിലേക്ക് എത്തും കേട്ടോ. അതങ്ങനെ തന്നെ ചെയ്യാം. ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെല്ലണം കേട്ടോ. വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണ്ടല്ലോ. അങ്ങനെ നമ്മൾ വലത് കാലിന് ശേഷം ഇടത് കാല് കഴുകിയിട്ട് പ്രത്യേകിച്ച് കാലിൻ്റെ വിരലുകൾക്കിടയിലൂടെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൻ്റെ ചെറുവിരൽ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിലെ പൊടിയും ചളിയൊക്കെ ഒന്നിങ്ങനെ വരുതി കളയണത് അതിൻ്റെ ഒരു പരിപൂർണതയ്ക്ക് വളരെ നല്ലതാണ്. അങ്ങനെ തന്നെ ചെയ്യാം. 6 മാർക്ക് ഉണ്ട്. അതൊക്കെ ഉസ്താദ് നോക്കിയേക്കും, എന്നാലേ ഫുള്ള് മാർക്ക് കിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ വുളൂഇൻ്റെ ശേഷമുള്ള ദുആ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് 7 മാർക്ക് ഉണ്ട്. എന്താ ചെയ്യുക, നമുക്ക് വുളൂഇൻ്റെ ദുആ ഒന്ന് ചെയ്താലോ? എല്ലാവരും ഒപ്പം ഒന്ന് ചെല്ലണേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക അല്ലേ. ഇത് നമ്മൾ 3 തവണ അല്ലേ, 3 തവണ ചൊല്ലി അത് പരിപൂർണ രീതിയിലായി. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ചെല്ലേണ്ടത്, നമ്മൾ ആദ്യം ഖിബിലയിലേക്ക് തിരിയണം. എന്നിട്ട് കൈ രണ്ടും നമ്മുടെ തോളിൻ്റെ അഥവാ ചുമലിൻ്റെ നേരെ ഉയർത്തിയിട്ട് കണ്ണ് മുകളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മളത് ചെല്ലാൻ. അത് വളരെ വലിയ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണ്. അത് നമ്മൾ 3 തവണ ചൊല്ലി എന്താ മഹത്വം, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും നമുക്ക് വേണ്ടി തുറക്കപ്പെടും. അതുകൊണ്ട് സൂപ്പറായിട്ട് വേണം ചെല്ലാൻ. എന്നാലും നമുക്ക് പൂർണ്ണമായ മാർക്ക് ലഭിക്കുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നാളെ സ്വർഗത്തിൽ നമുക്ക് കണ്ടുമുട്ടാനും തൗഫീഖ് നൽകട്ടെ.